കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൊളിറ്റീഷ്യൻ വിവേക് രാമസ്വാമിനെ പുള്ളിയുടെ എതിരാളികളൊക്കെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫോട്ടോയാണ്. പുള്ളി ബെയർ ഫുട്ടായിട്ട് ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണ്. ഇതിലെന്താ ഇത്ര കാര്യം നമുക്ക് തോന്നിയേക്കാം. കാരണം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത് വളരെ കോമൺ ആയിട്ടും നോർമലായിട്ടും ചെയ്യുന്നൊരു സംഗതിയാണ്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലും അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പലരും ബെയർ ഫുട്ടായിട്ട് നടക്കുന്നതിനെ അൺഹൈജീനിക് ആയിട്ടാണ് കാണുന്നത്. സോ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഒന്ന് ശരിയാണെന്ന് അല്ലെങ്കിൽ മറ്റേ തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ജസ്റ്റ് ആൻ ഒപ്പീനിയൻ, അതുപോലെ തന്നെ 2 കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ച് മാത്രമേ ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എനിവേ, ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ചെരുപ്പിടാതെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത് വളരെ കാലം തൊട്ട് നിൽക്കുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസൊക്കെ ചെരുപ്പിടാണ്ട് നടന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് നാളല്ല, ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. യു കെക്കാരനാണ്. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആ ഒരു സമയത്ത് ചെരുപ്പിടാതെ ഒത്തിരി ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എയർപോർട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ചെരുപ്പിടാണ്ട് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി പുള്ളി നമ്മുടെ ശബരിമല അയ്യപ്പ ഭക്തന്മാരെയാണ് കണ്ടത്. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള അയ്യപ്പ ഭക്തന്മാർ ഫ്ലൈറ്റ് വഴി വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും അവർ ബെയർ ഫുട്ടായിട്ടാണ് വരാറ്. അപ്പോൾ ഇവനിതിങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചത് ഭയങ്കര അത്ഭുതമായിപ്പോയി. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൾച്ചറൽ ഷോക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഭയങ്കര കൾച്ചറൽ ഷോക്കായിപ്പോയി. ഇപ്പോൾ പുള്ളി ഇതൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ്. കാര്യം ഇന്ത്യനെ പറ്റി പൊതുവെ വെസ്റ്റേൺ മീഡിയയിലൊക്കെ ഇപ്പോൾ വരുന്ന സംഗതി നമുക്കറിയാം. ചെരുപ്പിടാതെ ചവിട്ടിക്കുഴച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ബെയർ ഫുട്ട് ഉപയോഗിച്ച് പല കാര്യങ്ങളും. ഈ അടുത്ത് തന്നെ ഞാൻ ഷെല്ലാക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഫോറിൻ യൂട്യൂബ് ചാനലിൽ വന്നിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കാലുകൊണ്ടൊക്കെ ചവിട്ടി പിടിച്ചിട്ടാണ് ഈ ഒരു ഷെല്ലാക്ക് എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഈ ക്യാൻഡീസിലും അതുപോലെ തന്നെ മറ്റു പല ഫ്രൂട്ട്സിലൊക്കെ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ കമൻസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ ചവിട്ടി ഉണ്ടാക്കുന്ന സാധനമാണ് ഇപ്പോൾ എനിക്ക് കഴിക്കാൻ തരുന്നത്. ആ രീതിയിൽ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കമൻസൊക്കെയാണ് അപ്പോൾ അതിനകത്ത് കാണുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു കൾച്ചറൽ ഷോക്കായിരുന്നു എൻ്റെ ഈ ഒരു ഫ്രണ്ടിന് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ കൂടെ ആൾക്കാരിങ്ങനെ നടക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് വളരെയധികം എന്താ പറയുക, ഡൗൺ ടു എർത്ത് എന്ന് കാണിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമകളിലാണെങ്കിലും ഞാനൊരു ഗാന്ധിയനാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്നവനല്ല ഞാൻ. സ്വജീവിതം കൊണ്ടാണ് ഞാൻ ആ മേൽവിലാസം ഉണ്ടാക്കിയെടുത്തത്. ഭൂമാതാവിനെ നഗ്നപാദങ്ങളാൽ മാത്രം സ്പർശിക്കുന്നവൻ. നന്മ മാത്രമാണ് എൻ്റെ മതവും ദൈവവും. സാഹിത്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും സിംപ്ലിസിറ്റി കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണിത്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മൻ പുള്ളിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയ സമയത്ത് ചെരുപ്പിടാണ് നടക്കുന്നതിൻ്റെ ഒരു ന്യൂസൊക്കെ വന്നിരുന്നു. അപ്പോൾ അതങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സിംപ്ലിസിറ്റിയാണ്, ഡൗൺ ടു എർത്ത് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇത് പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ? ഈ 2 കൾച്ചറൽ കാഴ്ചപ്പാടിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പബ്ലിക് പ്ലേസിൽ ചെരുപ്പിടാണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ടെന്നൊന്നും, അതൊക്കെ ഫിലോസഫിക്കലി കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട്. ഇങ്ങനെ മനുഷ്യനായിട്ട് നടക്കണം, ഭൂമി ചവിട്ടി നടക്കണം. അതല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്പനി, വളങ്കടി ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇങ്ങനെ ബെയർ ഫുട്ട് അടിച്ച് നടക്കുമ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഹൈജീൻ എന്നുള്ള രീതിയിൽ ചെരുപ്പിടാണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് വല്ല രോഗം വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കാല് പൊട്ടുകയോ മുറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസിനെയാണ് ആശ്രയിക്കുന്നത്, അല്ലാതെ നാട്ടുവൈദ്യം തേടി പോവല്ലല്ലോ. അപ്പോൾ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.